ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഓക്കെ, മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ മല്ലു പെസ് മാസ്റ്ററുമായിട്ട് കളിക്കുവാണ് ഗൈസ്. മല്ലു പെസ് മാസ്റ്ററുമായിട്ട് കളിക്കുവാണ്. യെസ്, ഹിയർ വി ഗോ. കുറേ ആയിട്ട് ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്, പക്ഷെ പുള്ളിക്കാരൻ തന്നെ മെസ്സേജ് ഇട്ടു കളിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ലൈവിലാണ് കളിക്കുന്നത്. ഫസ്റ്റ് കളി അല്ല, മൂന്നാമത്തെ കളിയാണ് ശരിക്കും പറഞ്ഞത്. ഫസ്റ്റ് കളി ഞാൻ റെക്കോർഡ് ചെയ്തു ഫുള്ള്. അത് 1-0 ലീഡിലുണ്ടാകുമ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ നെറ്റ് കട്ടായിട്ട് കളി ഉണ്ടായിപ്പോയി. പുള്ളീൻ്റെ ലൈവ് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഏത് ദിവസമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ബർഗോമിനെ ഇട്ടിട്ടുണ്ട് എന്തായാലും. പിന്നെ വേറെ ആരും മാറ്റണമെന്നില്ല. ബാരിയോസ് അങ്ങനെ കുഴപ്പമില്ല. പുള്ളിക്കാരൻ്റെ സ്കോഡ് 4-4 അതുതന്നെയാണ്. ഓക്കെ, നൈസ് സ്കോഡാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളെ ഇത് ഒന്നും മാറ്റമൊന്നും വേണ്ട, കളി തുടങ്ങാൻ തോന്നുന്നു. പിന്നെ സ്നൈഡർ മെസ്സിനൊക്കെ അവിടെ. മെസ്സി, ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സെക്കൻഡ് കളി കളിച്ചപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി ഗൈസ്. ഞാൻ സാധാരണ റെക്കോർഡ് ഇങ്ങനെ മാറ്റുന്നുണ്ടല്ലോ. ഞാൻ ഫസ്റ്റ് കളീൻ്റെ റെക്കോർഡ് ഓഫാക്കിയിട്ട് പിന്നെ മറന്നുപോയി ഓണാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ കളി ഞാൻ ഓണാക്കാത്തത് വളരെ നന്നായി എന്ന് പറയുള്ളൂ. കാരണം 4-0 കിട്ടിയത്. അതെന്തായാലും പുള്ളിക്കാരൻ ഗെയിം പ്ലേ ഇടും മിക്കവാറും. നമുക്കെന്തായാലും ഈ ഗെയിം പ്ലേ കിട്ടുന്നതായിരിക്കും. നോക്കാം, ഇതെങ്കിലും ജയിച്ചാൽ മതിയായിരുന്നു. ഫസ്റ്റ് കളി 4 കൊണ്ടൊക്കെ ഒട്ടി. അതുപോലെ തന്നെ ഞാൻ പ്രഷർ സ്റ്റൈൽ കൺട്രോളിങ് ഓടിക്കുമായിരുന്നു. ഓക്കെ റുമി, ലെറ്റ്സ് ഗോ. കളി തുടങ്ങി. നല്ല പാസിംഗ് ആണ്. റുമി, ലെറ്റ്സ് ഗോ. കിട്ടി. ക്രൂസ്, എംബാപ്പെ, ഡബിൾ ടച്ച്. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുണ്ടായി. സല, ബാക്ക് ടു ബെർഗോമി ടു ബെക്കംബോർ. പൊസിഷനോ ഒന്നും ഇല്ലാലോ. കാസമീറോ, സ്നൈഡർ, ലെറ്റ്സ് ഗോ. ഓക്കെ, നെയ്മർ, എന്താ. ഓ പൊളി റോബർട്ട്സൺ ഗൈസ്. ഈ മൈക്ക് ഈ ഹെഡ്സെറ്റ് വല്ലാണ്ട് കുത്തുണ്ടല്ലോ താടിക്ക്, ഇങ്ങനെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ബാക്ക് ടു സ്നൈഡർ, ലെറ്റ്സ് ഗോ. റോബർട്ട്സൺ, സോൺ ഹ്യൂങ്മിൻ, പാസ് ടു ലൗട്ടാറോ കൊടുക്കാൻ വേണം ഗൈസ്. സോറി, ഒന്ന് മൈക്ക് സെറ്റ് ആക്കട്ടെ. സൗണ്ട് വരുമായിരിക്കും അല്ലേ, കാറ്റിൻ്റെ ഒക്കെ. സോറി ഗൈസ്, ഒന്ന് സെറ്റാക്കിയാണ്. ശരിയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പവാഡ് ഇല്ല. ഞാൻ വെച്ചാൽ എനിക്ക് തന്നിട്ടില്ല. നൈസായിട്ട് കളിക്കുന്നുണ്ട്. ഇത്രയും നേരമായിട്ട് ഫസ്റ്റ് കളി പോലെ അല്ല ഈ കളിയുള്ള. എന്തായാലും ഫസ്റ്റ് കളി ഭയങ്കര മോശമായിരുന്നു. ഓക്കെ, സല ലെറ്റ്സ് ഗോ. ഡബിൾ ടച്ച്, കേൾ, ഇറ്റ്സ് ഓൺ ഹ്യൂങ്മിൻ. വാട്ട് എ ഗോൾ ഗൈസ്. എടാ ഡബിൾ ടച്ച്, കേൾ, ഒരു രക്ഷയില്ല ഗൈസ്. സീന് ഗോള്. ടെറോ മാർട്ടീനസ് അസിസ്റ്റ്, സോൺ ഹ്യൂങ്മിൻ ഡബിൾ ടച്ച് ആൻഡ് കേൾ. ഡിഫൻസ് എല്ലാം ചത്ത്. ഗോൾ കീപ്പറൊന്നും ഒരു രക്ഷ ഉണ്ടാവില്ല സേവ് ചെയ്യാൻ വേണ്ടി. നോ ചാൻസ്. 1-0 പറയുകയില്ല. 4 എണ്ണമൊക്കെ അങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ പിടിച്ചിരിക്കണമെങ്കിൽ അതിലൊരു എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവും. മാച്ചപ്പാണ് ഈ കളി യൂസ് ചെയ്യുന്നത് ഫുള്ള്. ഞാൻ മാച്ചപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഗോളാ, ഓഫ് സൈഡ് ഗൈസ്. പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ കളി ഫുള്ള് പ്രഷർ സ്റ്റൈലായിരുന്നു. അതുകൊണ്ട് ഡിഫൻസൊക്കെ പക്ക പൊട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. പുള്ളിക്കാരൻ എന്തായാലും ആ ഗെയിം പ്ലേ ഇട്ട് എന്നെ നാറ്റിക്കും ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് ഇതെങ്ങനെയും ജയിച്ചാൽ ഇതിടാലോ. അത് കിട്ടണമായിരുന്നു, അതെനിക്ക് ശരിക്കും വേണമായിരുന്നു. പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ഇടായിരുന്നു. ഞാനത് കിട്ടിയെന്നാണ് വിചാരിച്ചേ. പക്ഷേ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഗെയിം പ്ലേ നോക്കാൻ പോകുമ്പോഴത്തേക്കും സാധനമില്ല ഗൈസ്. പിന്നെ മനസ്സിലായി റെക്കോർഡ് ചെയ്തിട്ടില്ലാന്ന്. അതെന്തായാലും പോയി കിട്ടി. പുള്ളിക്കാരൻ എന്തായാലും ഇടുമായിരിക്കും. പുള്ളിക്കാരൻ്റെ കൈമേലുണ്ടെന്നാണ് തോന്നുന്നത്. ലൗട്ടാറോ, കേൾ, ഷ്മൈക്കിൾ അങ്ങനെ തന്നെയല്ലേ പറയാ. എടാ സ്ഥലം നിന്നാ കാണിക്കുന്നേ. ഈ റൈറ്റ് വിങ് എനിക്ക് വേണ്ടെന്ന് തോന്നുന്നു. സ്ഥലം വേണ്ട ശരിക്കും പറഞ്ഞാൽ. എപ്പോഴും ഒന്നും വർക്കിംഗ് അല്ല ഗൈസ്. നിങ്ങൾ കാണുന്ന ഗെയിം പ്ലേയിലൊക്കെ 2, 3, 4 കളിയൊക്കെ കളിച്ചിട്ടായാലും ഒരു കളിയിലൊക്കെ നല്ല കളി കളിക്കാം. അതുകൊണ്ട് എനിക്കൊരു ഒരുമാതിരി മടുപ്പാണ്. ഓക്കെ സല, എടാ കേൾ ചെയ്താൽ പോരായിരുന്നോ.
വിട്ടുപോയോ? ഇല്ല, സൗണ്ട് കേട്ടെ. ഓക്കെ, എവിഗോ. ഇപ്പോൾ 1-0 ലീഡിലാണ്. 27 minutes ആയി. ഒന്നും നടക്കുന്നില്ല. പുള്ളിക്കാരനും നടക്കുന്നില്ല, എനിക്കും നടക്കുന്നില്ല. ഞാൻ നല്ല ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യം. പറഞ്ഞില്ലേ കഴിഞ്ഞ കളി ആ പ്രഷർ സ്റ്റൈൽ വെറുതെ ഒരു ട്രൈ ചെയ്ത് പണിയായി. സലാ ഓഫ് ബാലൻസ്. എൻ്റെ കുഴപ്പമാണ്. ബാലൻസ് ഒക്കെ ചെയ്ത് കളിക്കണ്ടേ. നെയ്മർ. ഓക്കെ ബെർഗോമി. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ കളിയുടെ ഡിഫൻസ് വളരെ ഷോക്കായിരുന്നു. കളി നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് പിള്ളേർ. ഓക്കെ നെയ്മർ. ഫസ്റ്റ് മാച്ച് ആണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി, പുള്ളിക്കാരനെ ഇടും, എന്തായാലും ഇടും. 4-2 എന്നെ പൊട്ടിച്ചാൽ എന്തായാലും ഇടുമല്ലോ. ടോണി ക്രൂസ്, കുലുസ്വേസ്കി. ഓ സീന്. സ്നൈഡർ, കസമീറോ, കുലുസ്വേസ്കിയോ. എൻ്റെ മോനെ, ഫസ്റ്റ് ഒരു ഡബിൾ ടച്ച് ഗോൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് കളിയിൽ കുലുസ്വേസ്കിൻ്റെ. സീൻ സാധനമാണ് എന്ത് പറഞ്ഞാൽ. ഞാൻ കളിപ്പിക്കലുണ്ടായിരുന്നു കുറച്ച് മുമ്പ് എൻ്റെ മറ്റേ പഴയ അക്കൗണ്ടിൽ ആദ്യത്തെ. സീന് കിടിലൻ ഷൂട്ട്. ഇതില്ലേ ഹൈലൈറ്റ്സ് ഇല്ലേ, റീപ്ലേ ഇല്ലേ. ഞാൻ വെച്ച് ഗോൾ കയറിയിരുന്നു, വാല തുളച്ച് കയറിയാനിപ്പോൾ. കസമീറോ, സ്നൈഡർ ടു റോബർട്ട്സൺ. ഒരു ചെറിയൊരു സ്ലൈറ്റ് ലാഗ് ഉണ്ടായിരുന്നു. പാസ് ഞാൻ ഒന്നുകൂടി മര്യാദക്ക് കൊടുത്തതായിരുന്നു, ആ ലാഗിൽ പോയില്ല. നെയ്മർ. ഓക്കെ സോൺ ഹ്യൂമൻ ടു ലൗട്ടാരോ. ബാക്ക് ടു കൊടുക്കണ്ട. മെസ്സി ടേൺ, മെസ്സി ഫിനിഷ്. ഇറ്റ്സ് ലിയണൽ മെസ്സി ഗൈസ്. 2-0. ഹിയർ വി ഗോ. ഈ ഭാഗത്ത് എന്ത് ടേണായിരുന്നടാ മെസ്സിയുടെ. മറ്റേ ഫേക്ക് ഗൈസ്, ഒറിജിനൽ ബോഡി പെയിൻ്റ് ഇല്ലേ മെസ്സിയുടെ, ഓജി സാധനം ഇട്ട പോലെ ഉണ്ടായിരുന്നു. അത് ഒന്ന് നോക്കിക്കോ, ആ പെയിൻറ്റിങ് കണ്ടോ മെസ്സിയുടെ. പെയിൻ്റൊന്നും ഇല്ല, ജസ്റ്റ് ഞാൻ ടേൺ ചെയ്തതാണ്, പക്ഷെ അത് ശരിക്കും റിയൽ ലൈഫ് ചെയ്ത പോലെ ഉണ്ട് കണ്ടാ. അയ്യോ, ദാറ്റ്സ് മെസ്സി ഫോർ യു ഗൈസ്. പർച്ചേസ്ഡ് മെസ്സി. കിടില സാധനമാണ്. സംടൈംസ് ഒരു പൊട്ടം കളി ഉണ്ടെന്നേ ഉള്ളൂ. പാസിങ്, പിന്നെ അതേപോലെ ബോൾ ട്രാപ്പിങ്, അതായത് പാസ് കൊടുത്തിട്ട് ബോൾ എടുക്കാണ്ട് മുമ്പിലേക്ക് ഓടും. പുള്ളിക്കാരൻ 4 ഷോട്ടൊക്കെ ചെയ്തു. അതൊക്കെ ഇപ്പോൾ ബിസാക്ക, എംബാപ്പെ ഇല്ല. ആരും മാറ്റമൊന്നും വേണ്ട, നമ്മൾ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നുണ്ട് ഗൈസ്. അപ്പം ചാനൽ ഇതുവരെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മൾ റോഡ് ടു 20K ആണ്. 17.1 അടിച്ചിട്ടുണ്ടായിരുന്നു. 17 അല്ലേ, 17 അടിച്ചിട്ടുണ്ടല്ലോ. 1 എപ്പോൾ അടിച്ച്. ശരി. ടോണി ക്രൂസ്, കാസമീറോ. 17K അടിച്ചിട്ട് ഞാനൊന്നും ഇതൊന്നും ഇട്ടിട്ടുണ്ടായില്ല. അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല ഞാൻ ഇപ്പോൾ. അതിലൊന്നും വലിയ കാര്യമില്ല ഗൈസ്. 17K ഒന്നും വലിയ കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചും കൂടി 5ാമത്തെ ഷോട്ട്. പക്ഷെ അതെല്ലാം ലോങ് റേഞ്ചറാണ്, ഷുവർ ഗോളൊന്നും അല്ല ഭാഗ്യത്തിന്. നൈസ് പാസ് മെസ്സി. ബാക്ക് ടു സോൺ യു മീൻ. ലെറ്റ്സ് ഗോ. ടേൺ ചെയ്യോ സോൺ. എടാ എന്തെന്നത് ബാലൻസ് ഒക്കെ ഇങ്ങനെ പോന്നേ. സോൺ ഹ്യൂമിൻ, റോബർട്ട്സൺ ടു സ്നൈഡർ. ബാക്ക് ടു സോൺ. ഓക്കെ അയ്യവാ എടാ. ഓക്കെ കിട്ടി. സല ബ്ലിച്ചല്ലായിരുന്നു അത്. തേങ്ങാക്കൊല. നോർമൽ കാർഡ് ഇതിലും അടിപൊളിയായിട്ട് വിൻ ചെയ്യുമല്ലോ. ക്ലോസ് റേഞ്ച് ഇത് പക്ക വേസ്റ്റാണല്ലോ ഗൈസ്. സ്നൈഡറിനെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഹെർവിക്കോ, സോൺ ഹ്യൂമിൻ. കൊല്ലടവനെ ഇത്ര തിരിച്ച് മറിച്ചിട്ടൊക്കെ ഇടുന്ന. പാസ് ബെർഗോമി, കാസമീറോ, മെസ്സി. ഡബിൾ ടച്ച്. ലെറ്റ്സ് ഗോ. ഇറ്റ്സ് മെസ്സി. ഷേ സാവി ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ. ക്ഷീണമാകുന്നല്ലേ. അത് നൈസൊരു ഷോട്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഒന്നും നടക്കുന്നില്ല സത്യം പറഞ്ഞാൽ. ഒരു ഗോൾട്ട് അല്ലാണ്ട് വേറെ ഒന്നും നടന്നില്ല.
ഒരു ഗോളല്ല, സോറി 2 ഗോള്. ഓക്കെ, റുമീൻ എന്തായാലും ഇടാം. റുമീൻ ഇടണോ? ഡൗട്ട്ഫുള്ളാണ്. മാറ്റണോ? എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. എന്തായാലും കേസേനെ ഇട്ട് കളയാം ലെഫ്റ്റ് വിങ്. സൂപ്പർ സബ്ബാണ്. സോൺ ഹ്യൂമിൻ റൈറ്റ് കളിക്കട്ടെ. എങ്ങനെ നോക്കാം. സ്നൈഡർ മെസ്സി MF തന്നെയാണ്, മാറുന്നില്ല ഞാൻ. സ്നൈഡർ ഒരു രക്ഷയില്ലാതെ പാസിങ് ആട്ടോ, സത്യം പറയാലോ. എനിക്ക് ഇവനെ ഒരു റിവ്യൂ തന്നെ ഇടണമെന്നുണ്ട്. കിട്ടിയില്ല പാസിങ് ഈ ഉള്ളിലേക്കൊക്കെ ഇടുന്നത്. അപ്പം ഇനിയസ്റ്റൊക്കെ എന്തായിരിക്കും അല്ലേ? എർവിക്കോ ബെക്കംബോർ എടുക്ക്. ഇല്ല, വില്യംസ്. സ്പീഡ് ഭയങ്കര ഓവറാണ് വില്യംസിൻ്റെ. ഹേടപ്പൊളി. അതെങ്ങനെയുണ്ടായിരുന്നു? ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടായിരുന്നുണ്ടായത്. മാച്ചപ്പ് എർവിക്കോ. ഓ, ദിസ് മാച്ചപ്പ് ഈസ് ദ ബെസ്റ്റ്. ഇത്രേ പറയാനുള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് മാച്ചപ്പ് ചെയ്താൽ മതി. അതിൽ തന്നെയാണ് ബെറ്റർ ഡിഫൻസ് കിട്ടുന്നതെന്ന് തോന്നുന്നു. എല്ലാവരും അങ്ങനെയല്ല യൂസ് ചെയ്യുന്നത്. പണി കുറവാണ് ഇതിൽ. സാവി ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ അടക്കാണിത്. എനർജി കുറയുന്നതുകൊണ്ടാണ് ആവി ഇടുന്നതെന്നാണ് പറയൽ. ഓക്കെ, ഞാൻ വെച്ച് റുഡിഗർ കയറി വന്നു. കാസിമീറോ, സ്നൈഡർ എടാ. ഓക്കെ, ജീസസ്. ഓ, ബെക്കംബോർ. ലെറ്റ്സ് ഗോ. ഡൊണാറുമ ടു സോൺ ഹ്യൂങ്മിൻ. ഫസ്റ്റ് മെസ്സി കിട്ടിയില്ല. നൈസ്. വില്യംസ്. ഓ, പൊളി. കാസമീറോ, സോൺ ഹ്യൂങ്മിൻ, റുമി ടു സ്നൈഡർ. ലെറ്റ്സ് ഗോ. വാടാ കേസ് വാടാ. ഷേ, എന്ത് വാങ്ങിയാണാക്കിയേ? ഓക്കെ കിട്ടി. സ്നൈഡർ. ലെറ്റ്സ് ഗോ. കേസ ടു റുമി. നടന്നില്ല. ഭയങ്കര ഡിഫൻസ് ആണല്ലോ ഇപ്പോൾ. എടാ പൊളി. ഇതെന്ത് വാങ്ങടാ, ഇവനെന്തൊക്കെ ഇങ്ങനെ പാസ് ഇടുന്നേ? ഓ, പൊളി. ആൻഡ് ഇറ്റ്സ് കേസ ഗൈസ്. ഹിയർ വി ഗോ. പാസ് ടു റുമി ആൻഡ് ഫിനിഷ്. എടാ റുഡിഗർ അത് എന്താടാ അത്? ബ്രോ, that should be a goal, man. What a clean tackle, guys. ഒരു രക്ഷയില്ലാത്ത ടാക്കിൾ റുഡിഗർ. ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്താന്ന് തോന്നല്ലേ? ഞാനിങ്ങനെ ആവിട്ടോണ്ട് നിൽക്കുവാണ് ഗൈസ്. കേസൊക്കെ ഭയങ്കര കൺട്രോളിങ് കുറവാണല്ലോ, ബോൾ കൺട്രോളിങ്. റുമി ടേൺ. കേസ, സ്നൈഡർ, ബാക്ക് ടു മെസ്സി, ബാക്ക് ടു സ്നൈഡർ. ലെറ്റ്സ് ഗോ. സോൺ ഹ്യൂമിൻ. മെസ്സി റൺ ചെയ്യുന്നുണ്ട്, പക്ഷെ വേണ്ട. ചേടാ, ഇത് എന്തെന്നാ? 84 ആയി. നമ്മളെന്തായാലും കളി ജയിക്കുന്ന ഏകദേശം ഉറപ്പായി. കംബാക്ക് അടിക്കാൻ വിടാണ്ടെന്നാൽ മതി. ഈ ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്താൽ തന്നെ പൊളിയാണ്. വില്യംസ്, പൊളി. ആരാണ്? മെസ്സിയുടെ ഡിഫൻസ്. ഓക്കെ, കോസ്റ്റ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ 80. റുമി റൺ ചെയ്യടാ, തേങ്ങ. ഓക്കെ, വിയറ ടു മെസ്സി. റാഫേലിയോ പണിയാവോ? വില്യംസ്. എടാ. ഓ, ഒരു ഗോള് വാങ്ങിയേനെ. ഇല്ല, കളിയേന്. ഇത് മിസ്സായ കളിയേന്. ഓ, വീണ്ടും സേവ്. ഹൈസ്. ഡൊണാറുമ. എടാ കഴിഞ്ഞില്ല ഇത്. യെസ്, ഞാൻ വിട്ട് പ്ലേയേഴ്സ് തന്നെ, എന്നിട്ടും വിസിൽ വിളിക്കുന്നില്ല. എത്ര ടൈമാ? അപ്പോൾ എന്തായാലും നമ്മൾ മല്ലുബസ് മാസ്റ്റർ പൊട്ടിച്ചെന്ന് പറയാൻ കഴിയില്ല. ഫസ്റ്റ് കളി നല്ല നാറി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ കളി കളിച്ചത്. നമ്മൾ തന്നെയാണ് ഫുള്ള് ടോപ്പിൽ നിൽക്കുന്നത്. പുള്ളിക്കാരൻ ലോങ് റേഞ്ച് ഷൂട്ട് ഭയങ്കരമായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും കളി വെച്ചല്ലോ ഗൈസ്. അപ്പോൾ ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ലൈവ് ഒന്ന് പോയിട്ട് കാണണം. ഇനി അടുത്ത മാച്ച് കളിക്കുന്നുണ്ടോ എന്ന് അറിയില്ല, നോക്കട്ടെ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മളിത് ഒരു യൂട്യൂബ് സീരീസ് പോലെ പോകാൻ നോക്കാം. ഇനി അടുത്ത ആരും കിട്ടുമെന്ന് നോക്കട്ടെ. അപ്പം അത്രേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ്
ലവ് യു ഓൾ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ചാനൽ ലൈക്ക് ചെയ്യുക. അപ്പം നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു, ഭാവിയിൽ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരാളെയും കൂടി കളിച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് നിർത്താം. അപ്പം ബൈ ഗൈസ്, ബൈ.